Psalm 89 verse 1. Let's please read from there. സങ്കീർത്തനം 89 ഒന്നാമത്തെ വാക്യം. Praise the Lord. I will sing of the mercies. I will I think change the verse. First one. I'll sing of the Lord's great love forever with my mouth. I'll make your faithfulness known through all generations. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായത് അതേ വേദഭാഗത്തിൻ്റെതായ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് പകലിൽ അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. In continuation from what we meditated last week from the same chapter. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് ദൈവത്തിൻ്റെതായ വിശ്വസ്തത എന്നുള്ളതായ അതിനോടുള്ള ബന്ധത്തിൽ അതിന് രണ്ട് ഭാഗമായിട്ട് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെതായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത്. As a two-part topic to this one, we spoke about God's faithfulness and what He's done last week. എന്നാൽ ഇന്ന് പകൽവേളയിൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത് തൻ്റെ വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ പ്രതികരണമായി നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. And this morning we'll meditate that to that faithfulness, how we respond to it. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ വിശ്വസ്തത. In our faith we all acknowledge God's faithfulness. ദൈവമായ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ദൈവം മാറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് വിശ്വാസമുള്ള കാര്യമാണ്. We believe that His promise is unchanging. ഈവൻ നമ്മുടെ പരിശോധനയുടെ മധ്യത്തിലും ദൈവമായ കർത്താവ് നമ്മെ വിട്ടുപോകുന്നില്ല, ദൈവമായ കർത്താവ് നമ്മെ അനാഥരായി വിടുന്നില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. We also know that in the times of our trials He will not desert us. അത് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും അർഹിക്കാത്തതായ നന്മകളും അർഹിക്കാത്തതായ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെയും നൽകി തന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. And we also know how despite our unworthiness God has given us our blessings. നമ്മൾ പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അർഹതയില്ലായിരുന്നതായ വേളയിലാണ് കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. We know that we were in sin and unworthy, but God loved us, that He gave His Son as a sacrifice and redeemed us. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ദൈവമായ കർത്താവിൻ്റെതായ വിശ്വസ്തത എല്ലാം നമുക്കറിയാം. എന്നാൽ ഇന്ന് പകൽ അല്പസമയം നിങ്ങളോട് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് അതിന് പ്രതികരണമായി നമുക്ക് എന്തോ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. And this morning, as a response to that faithfulness, is what we will meditate on. ആമേൻ. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പാടുന്നത് എന്താണ്? ആ സങ്കീർത്തനക്കാരൻ പാടുന്നത് ഒന്നുകൂടെ വായിക്കാമോ? ഭാഗം 89 ഒന്നാമത്തെ വാക്യം. ആമേൻ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. Here is what the psalmist saying, I will sing of the Lord's great love forever. With my mouth I'll make your faithfulness known through generations. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് വിശ്വസ്തത അനുഭവിക്കുന്ന ദൈവജനം, ഹല്ലേലൂയ, നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമായിരിക്കണം. If we have experienced faithfulness, we must constantly bless and praise our God. ആമേൻ, ഹല്ലേലൂയ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും വിഷയങ്ങൾ നമുക്ക് നമ്മളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മൾ വളരെ അതായത് താല്പര്യമുള്ളവരാണ്. We have great desire to thank God when God answers our prayers. എന്നാൽ ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. But what God desires is not in times, only in times of good, but at all times we must worship God. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊന്നും നാം ഒരിക്കലും യോഗ്യരല്ലായിരുന്നു. And the reason is because we are unworthy of nothing.
ആമേൻ ആമേൻ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ തന്നെ ഒതുക്കി വയ്ക്കുവാൻ പാടില്ല. We must not just contain God's goodness within ourselves. ആമേൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതായ സെറ്റപ്പിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ നാം കടന്നു വരുമ്പോൾ ദൈവമായി കർത്താവിനെ നാം വായ് തുറന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. When we come into a public place, we must open our mouths and worship Him. ആമേൻ ദൈവമായി കർത്താവിൻ്റെതായ കൃപകളെ കുറിച്ച് വർണ്ണിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പാടാറുണ്ട്. ആമേൻ നാളിത് പോരാ, നാവിത് പോരാ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. എന്നാൽ നമ്മുടെ നാവ് നമുക്ക് ഉപയോഗിക്കുവാൻ, നമ്മുടേതായ മനസ്സിനെ ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മിൽ തന്നെ ഒന്ന് ചോദിക്കണം. We often sing this, that word cannot describe our God, but the question is, do we use our mouths, our words and our heart to praise Him? ആമേൻ നമ്മൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം തന്നെ അത് പാട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. We know the whole psalm is a long song. ആമേൻ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദാവീദ് ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. David has composed many of these. ആമേൻ ദൈവത്തിൻ്റെതായ നന്മകൾ അനുഭവിച്ചതായ ദാവീദ് താൻ മൗനമായിട്ടിരുന്നില്ല. താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പാട്ട് എഴുതുവാനും മാത്രമല്ല പാട്ട് പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും താൻ സമയം കണ്ടെത്തി. David, who experienced the goodness of God, found the time to write these lyrics and sing these songs. ദൈവജനമേ, നമ്മുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുന്നത് കാണുമ്പോൾ ആ സ്തുതി മറ്റുള്ളവരെയും ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. If we are able to celebrate God's goodness, it will make others attractive to God. ദൈവജനമേ, നാം ആത്മാർത്ഥമായി ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ഒരിക്കലും സ്തുതിക്കാതിരിക്കുന്നതായി പ്രിയപ്പെട്ടവരും ഇതിനകത്ത് എന്താ കാര്യം, ഇതിനകത്ത് എന്താണ് വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുമാത്രമല്ല അവരും ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. When others who observe are celebrating and worshiping God, it will pique their curiosity and drive them to God. ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനക്കാരും പാടുന്നതിന് പാട്ടുണ്ട്, യഹോവ എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എന്താണ് പ്രത്യുപകാരമായിട്ട് ചെയ്യുന്നത്. The psalmist says this, what can I do in return for all that God ആമേൻ. has done? എനിക്കും നിങ്ങൾക്കും എൻ്റെ ദൈവത്തിന് പണം കൊടുത്ത് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലല്ലോ. We cannot please God with our money. ആമേൻ. നമ്മുടെ ദൈവത്തെ നമുക്ക് എന്ത് കൊടുത്ത് പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും? What is it that we can do that pleases God? ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ളതായ കാര്യമല്ല. ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ ഹൃദയാംഗമായി ആ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ യാഗത്തെ ദൈവം ഒരിക്കലും നിരസിച്ചു കളയില്ല. But what God is expecting is our sincere worship, and is one that He will not reject. ദൈവജനമേ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, പലപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കരങ്ങൾ, ദൈവം തന്നിരിക്കുന്നതായ നാവ്, നമുക്ക് തന്നിരിക്കുന്നതായ ശരീരത്തെ ഹല്ലേലൂയ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ നാം ബഹുമാനിക്കണം. ഈ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ നാം ആരാധിക്കണം. We must respect and worship our God with our body, with our mouth, with our hearts and our strength. ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നതായ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ, നമുക്ക് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. നമ്മളെക്കാൾ ബഹുമാനമുള്ളതായ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ക്രോസ് ലെഗായിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ കാലിന്മേൽ കാലിട്ട് നമ്മൾ ഇരിക്കാറുണ്ടോ? One of the curious things about the Indian culture is when you're sat in front of a person you respect, you will not sit with crossed leg or your leg on upon the other. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. No, we don't do that. ആമേൻ. നമ്മുടെ ഈസ്റ്റേൺ കൾച്ചർ, നമ്മുടെ ഞാൻ വിചാരിക്കുന്നത് അതൊരു നല്ല ഒരു കൾച്ചറാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. I come to think of it as a wonderful gesture. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെക്കാൾ ബഹുമാനിക്കുന്നതായ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കാറില്ല.
Because we tend to show the respect through our body. നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത്? Where are we sat today? നാം ദൈവത്തിന്റെ സന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നത്. We are sat in the presence ഞാൻ of our God. പലപ്പോഴും കാണാറുണ്ട്, ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിന് മേൽ കാലുമിട്ട് അവൻ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ളതായി നിലയിൽ അവൻ നമ്മൾ ചിന്തിച്ചാൽ, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, നമുക്ക് അങ്ങനെ ഇരിക്കുവാൻ തക്കവണ്ണം അനുവാദം, അതിനുള്ള ആരോഗ്യം ആരാ തന്നത്? We are here in the presence of God and we need to show the reverence to Him through our body. ആമേൻ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാലിന് ബലം, നടുവിന് ബലം, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തന്നു ദൈവത്തിന്റെ ദാനമാണ്. Our body is a gift from God. The strength we have is a gift from Him. ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവവചനം പറയുന്നത്, നിങ്ങൾ ഭയത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പിൻ. The Bible says when you come to His presence, come with fear and reverence. ആമേൻ. ദൈവമായി കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവമായി കർത്താവ് നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നാം ഭയത്തോടുകൂടെ ഹല്ലേലൂയ നാം ദൈവത്തെ ആരാധിക്കണം. Bible says that we must worship Him in fear. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറയുന്നുണ്ട്, നമ്മുടെ കൈ എന്ന് പറയുന്നത് എഴുതുവാനും ഹല്ലേലൂയ അതിൽ ജോലി ചെയ്യുവാനും മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് മാത്രമുള്ളതല്ല. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവന് കരം ഉപയോഗിച്ച്, കരങ്ങൾ അടിച്ച് നമ്മുടെ ദൈവത്തെ നാം ആരാധിക്കണം. The hands that we have is not just to write or do our job, but to come and clap and lift His name in the church. ദൈവജനമേ, നാം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇന്ന് ഞാൻ അവൻ ആരംഭിച്ചപ്പോൾ പാടി അതായി പ്രാർത്ഥിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ച തന്നെ എത്രയോ ജീവിതങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. We know in the last 1 week how many have lost a life. അവൻ എത്ര പേർ കട്ടത്തിലും ദുഃഖത്തിലുമായി. How many are in fear and pain. എന്നാൽ ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ആരോഗ്യം തന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? But God has strengthened us today. Can we worship Him? ആമേൻ. നമുക്ക് ബലം തന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ? Can we worship a God who strengthened us? നമുക്ക് ആയുസ് ഒരാഴ്ച കൂടെ നീട്ടി തന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ? Can we worship the God who added a week to our life? ദൈവജനമേ, നാം ആരാധിക്കുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ വിടുതൽ സംഭവിക്കും. When we worship, there is deliverance. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. There will be deliverance to bondage today. ആരാധനയുടെ മധ്യത്തിൽ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. In the worship, there is healing. ആരാധനയുടെ മധ്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. There is a solution to your problems. കാരണം ഹല്ലേലൂയ നിത്യനായ ദൈവം, ഹല്ലേലൂയ സൃഷ്ടിതാവായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. Because our creator God is in our midst. ആമേൻ. ഇത് വൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനമേ, എന്റെ ദൈവമേ, ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ If you can come to His presence and say, Lord, I am nothing, that is the best thing. ആമേൻ. ഞാനിങ്ങനെ ഒരു മിഷണറി കഥ ഞാൻ കേൾക്കുവാൻ തക്കണം ഇടയായത്. I heard of this missionary story. ആമേൻ. നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ്. This happened in North India. ആമേൻ. ഒരു ഗ്രാമത്തിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ നടന്നതായ ഒരു ഗ്രാമത്തിൽ ഒരു കൂട്ടം വിശ്വാസികൾ ഹല്ലേലൂയ അവരെ എപ്പോഴും പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. And there was this group of believers who were singing and worshiping in this village. അപ്പോൾ ആ വില്ലേജിൻ്റെതായ സർപഞ്ച്, വില്ലേജിൻ്റെതായ തലവൻ അവർക്ക് അനേകമായിട്ടുള്ള വാണിംഗ് കൊടുത്തു. So the chieftain of the village warned them. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവരിങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. But they continued to praise and sing. അവൻ ഒരു ദിവസം ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. One day they were all summoned by the chief. അവൻ അവരെ കോടതിയിൽ ഒന്ന് വിധിക്കാനായിട്ടാണ് ഈ ലീഡർ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. So the chieftain was going to pass a judgment on them. അവൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങനെ പാടിയാൽ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ തരും, നിങ്ങളെ പിടിച്ച് ജയിലിലിടും എന്ന് He പറയുണ്ടായി. warned them, if you continue this, you will be imprisoned. അവൻ അത് കേട്ടിട്ട് അവർ വീണ്ടും അവരുടേതായ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. They were all dismissed from there.
there. ആമേൻ. സന്ധ്യയായപ്പോൾ വീണ്ടും മുടക്കം വരാതെ അവരുടേതായ ആരാധന തുടർന്നു. But that same evening they continued their singing. ആമേൻ. ഇവരുടേതായ പാട്ട് കേട്ടപ്പോൾ ഈ ലീഡർക്ക് ഇതിൻ്റെതായ ഗ്രാമത്തിൻ്റെതായ തലവൻ അദ്ദേഹം ഭയങ്കരമായി രോഷാകുലനായി. When the village chief heard it, he was filled with rage. ആമേൻ. പിറ്റേന്ന് ഇവരെല്ലാവരും വിളിച്ചു വരുത്തി. He summoned them again the next day. അദ്ദേഹം ചോദിച്ചതായ ചോദ്യം ഇതാണ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ? He asked them this, did I not warn you yesterday? നിങ്ങൾ അതനുസരിച്ചില്ല, നിങ്ങളെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഞാൻ പോകുകയാണ്. How you disobey me, I'm going to punish you. അവരെല്ലാം മൗനമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ്. They were sat and listened in silence. എന്നാൽ അതിനകത്ത് വൃദ്ധനായിരിക്കുന്നതായ ഒരു വ്യക്തി അവൻ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് കടന്നു വരുന്നത് പറഞ്ഞത് ഇങ്ങനെയാണ്. But an elderly person from them walked up in courage and ആമേൻ. said, ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അനുഭവിച്ചതായ ദൈവത്തിൻ്റെതായ വിശ്വസ്തത ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് മൗനമായിട്ടിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്. he told the chief, what God has done, we cannot remain in silence. നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ അതായത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം. You can imprison us and arrest us. എന്നാൽ ഞങ്ങളുടെ സന്തോഷമുള്ള ആത്മാവിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. But you cannot arrest our spiritual joy. ദൈവജനമേ, ഇതാണ് ദൈവമായ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷം എന്ന് പറയുന്നത്. This is the happiness in the Lord. അവൻ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ എല്ലാം ശരിയായിരിക്കുമ്പോഴല്ല ആരാധന വരേണ്ടുന്നത്. As I told on Friday, it is not that we worship him and everything is good. നാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആമേൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരാധന കടന്നു വരണം. In the midst of trials and tribulations, worship must come from within. ആമേൻ. യഹോവ നമുക്ക് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ മയിൽക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ പാടില്ല. As I told you last week, do not sit in the presence of God like a millstone. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആർക്കും ഹല്ലേലൂയ ഈ പദവിയിലേക്ക് വരുവാൻ അർഹതയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. We were so unworthy. Let us thank God. ആമേൻ. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാം അവനെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. The second point is put your trust on him completely. ആമേൻ. ഹല്ലേലൂയ. പരിപൂർണമായി നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? Are we able to fully trust in God? ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണതയുള്ളതായ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കർത്താവായ ദൈവം ഹല്ലേലൂയ യഹോവയായ കർത്താവ് ഹല്ലേലൂയ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നല്ല ദൈവമാണ്. ആ ദൈവമായ കർത്താവിനെ പരിപൂർണമായി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? We know that he is a faithful God, he is a good God. Can we fully trust him? ആമേൻ. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണല്ലോ സദൃശവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3:5. In Proverbs chapter 3 verse 5, a familiar one. നമുക്ക് എങ്ങനെ അറിയാം? പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. It says, trust in the Lord with all your heart and lean not on your understanding. ആമേൻ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാം ഭംഗിയായി നടക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാനും ദൈവത്തെക്കുറിച്ച് സംസാരിപ്പാനും ഒക്കെ എളുപ്പമാണ്. It is easy to praise him when everything is going well. ആമേൻ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെ കടന്നു വരുന്നതായ സമയത്തും നമ്മുടെ ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ പൽക്കാലം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. The challenge and question to you is, can you believe in him when things are not in your favor? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോഴും അപ്പോഴും നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. The question is, can we serve him when we go through unfamiliar situations? ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആയിരിക്കണം. We should be like a little child in the presence of God. ഒരു കൊച്ചുകുട്ടി തന്റെ പിതാവ് കൈ നീട്ടുമ്പോൾ ഹല്ലേലൂയ ആ കൈയിലേക്ക് ഓടിച്ചാടി പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി ആ ശരീരത്തെ മൊത്തം കർത്താവ് അല്ലെങ്കിൽ ആ പിതാവിന്റെ കൈയിലേക്ക് കൊടുത്ത് വിശ്വാസത്തോടു കൂടിയാണ് ചാടി ആ കരങ്ങളിലേക്ക് ചെല്ലുന്നത്. If you observe an infant, when the parent stretches their arms, the child will fully run trusting that parent. അപ്പോൾ ആ കുട്ടി
വ്യക്തി അവിടെ നിൽക്കുമ്പോൾ അവിടെ അതല്ല യുക്തിയോ അതിൻ്റെതായ മുൻപരിചയമോ ഇതൊന്നും അതിനൊരു വിഷയമേ അല്ല. The child does not care whether it is unfamiliar situation. അവർ കരം നീട്ടുമ്പോൾ അതിലേക്ക് ഓടിച്ചാടി ആ കരങ്ങളിലേക്ക് ചാടി പ്രവേശിക്കുകയാണ്. But when he sees a stretched arm, the child will run into the arms. ദൈവമേ, നാം ദൈവമക്കളായിരിക്കുന്നതായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് അതായത് നമ്മുടെ യുക്തി ഉപയോഗിച്ചാൽ അത് ചാടുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ ചാടുവാൻ കഴിയും. But if you use your intellect, you will not be able to trust in him. Otherwise you can fully trust in him. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ കാര്യം നമുക്ക് അറിയാമല്ലോ. We know the story of Abraham. ആമേൻ. അബ്രഹാമിനോട് കർത്താവ് പറയാണ് ഇസാക്കിനെ കൊണ്ട് യാഗം കഴിക്കുവാൻ. God tells Abraham to go and sacrifice Isaac. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു തന്നതാണ് ഈ ഇസഹാക്ക്. കർത്താവ് പറയുകയാണ് അതിനെ കൊടുക്കുവാൻ പറയുമ്പോൾ കണ്ണുമടച്ച് അതിലേക്ക് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ചാടുന്ന അത് എന്താണ് യഹോവയായ ദൈവം പറഞ്ഞു അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു അബ്രഹാം. Look at Abraham's submission to God's will. If he gave it, it belongs to him, and he trusts in God and gives it to him. ആമേൻ. ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ ദൈവത്തെ നാം വിശ്വസിച്ചുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ നീയും ഞാനും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇതുവരെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത നിലയിലേക്ക് നമ്മെ നയിക്കുവാൻ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴി തുറക്കുകയാണ് എന്നും കൂടെ നമ്മൾ വിശ്വസിക്കണം. Let us believe this, that if you trust in him, he will open up new ways that you have never seen or heard before. ദൈവജനമേ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയുള്ളതായ ആ വിശ്വാസം കൊടുങ്കാറ്റിൽ നമുക്ക് സമാധാനം നൽകുന്നതായിരിക്കും. If you have that faith, even in the midst of a storm, you can stand still. നമ്മുടെ ജീവിതത്തിൻ്റെതായ അനിശ്ചിതത്തിൻ്റെതായ സമയത്തും നമുക്ക് ദൈവത്തെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കും. It will help you to wait upon the God in times of uncertainty. ആമേൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെതായ ദുഃഖവേളയിൽ ഹല്ലേലൂയ ദൈവത്തെ കാത്തിരിക്കുമ്പോൾ സന്തോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് മുഖാന്തരം ഒരുക്കും. In the midst of the pain, you will be able to find God's comfort. ആമേൻ. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. I've heard of a story like this. അത് കാനഡയിലതായ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നടന്നുപോയ ഒരു വ്യക്തിയെ കുറിച്ചാണ്. It's about the story of a man who walked across the Niagara Falls. അവൻ അത് 1800s അല്ലെങ്കിൽ 1800 അവസാന ഭാഗത്ത് നടന്നതായ ഒരു സംഭവമാണ്. It happened in the late 1800s. അവൻ അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ബ്ലൗണ്ടിൻ എന്നായിരുന്നു. His name was Charles Rondin. അപ്പോൾ ഇദ്ദേഹം ഈ കയറിന് മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്പ്രയാസം നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. And he was able to do rope walk across the falls easily. അവൻ നമുക്കറിയാം അതായത് ആ സ്ഥലം കണ്ടതായ അനേക പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. Many of you sat here have seen the falls. അപ്പോൾ ഇത്രയും ആർത്തിരമ്പി പായുന്നതായി ജലത്തിന് മുകളിലൂടെ ഇത്രയും മുകളിലൂടെ അദ്ദേഹം അതിന് മുകളിലൂടെ ആ കമ്പി കെട്ടി അതിന്റെ പുറത്തുനിന്നൂടെ നടക്കുകയായി. So this man is walking on this rope across the falls. നടക്കുക മാത്രമല്ല അദ്ദേഹം ധീരമായിട്ടുള്ളതായ അഭ്യാസങ്ങളും അവിടെ കൂടെ നടത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് പറയുന്നത്. We read that not only was he walking, but he was doing acrobatics on it. ഒരിക്കൽ അദ്ദേഹം ചെയ്തത് അതിൻ്റെതായ നടുക്ക് കടന്നു നിന്നിട്ട് താൻ പ്രഭാത ഭക്ഷണം പോലും ഒരുക്കുന്നാണ് പറയുന്നത്. Once it says that he even prepared his breakfast while on the rope. മറ്റൊരു സമയത്ത് അദ്ദേഹം കണ്ണു കെട്ടിയിട്ടാണ് അവിടേക്ക് നടന്നത്. Another time he walked blindfolded. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ ആൾക്കാരെ എല്ലാവരെയും അതായത് അമ്പരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരു വ്യക്തിയാണ് ഈ ചാൾസ് ബ്ലോണ്ടിൻ എന്ന് പറയപ്പെടുന്നത് ആ വ്യക്തി. And this man did things that amazed the crowds. എന്നാൽ ഒരു ദിവസം താൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. So one day he had all these crowds, he called. താൻ പതിവ് പോലെ ചെയ്യുന്നത് പോലെ അഭ്യാസങ്ങളും പല കാര്യങ്ങളൊക്കെയും താൻ ഇരുമ്പ് കമ്പി മുകളിൽ നടന്നിട്ട് താൻ ചെയ്യുണ്ടായി. So that particular morning he did his normal routine walking. അന്നും താൻ അത് കഴിഞ്ഞു വന്നിട്ട് മടങ്ങി വന്നിട്ട് കൂടെ നിന്ന് അവൻ പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ച് കൈയടിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
But he came to this crowd, he asked them one question. ആമേൻ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടല്ലോ. You have seen all that I did walking up and down. എന്നാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ കൂടെ എടുത്തുകൊണ്ട് അക്കരയ്ക്കും അതുപോലെ ഇക്കരയ്ക്കും കടന്നു വരുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് ചോദിച്ചു. He asked, how many of you can believe that I am able to take a man on my shoulder and walk up and down? അവർ എല്ലാവരും ഒരുപോലെ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ആർത്തട്ടഹസിച്ച് പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കഴിയും, നിങ്ങൾക്കതിന് സാധിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും ആർത്തട്ടഹസിച്ചാണ് അതിന് മറുപടി കൊടുത്തത്. Everyone respond joyfully, said, yes, you can do it. ആമേൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു ചോദ്യം ചോദിച്ചു. He asked then another question. അവർ ആർക്കാണ് എന്റെ കരങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞാനൊന്ന് എടുത്തുകൊണ്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്, ആർക്കാണ് അതിന് സമ്മതമെന്ന് ചോദിക്കുകയുണ്ടായി. So his next question is, who now volunteers to sit with me on my shoulder? ആർത്ത അട്ടഹസിച്ചതായ ജനം പെട്ടെന്ന് നിശബ്ദരായി. Suddenly there was a pin drop silence. ആർക്കും അതിന് മനസ്സില്ല. No one volunteered. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കുന്നതായ ഹേറി കോൾക്കോഡ് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് കടന്നു വന്നു. And after some time his assistant came forward. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഹല്ലേലൂയ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതായിട്ടാണ് ഞാൻ കഥ വായിച്ചത്. So the story says that he carried this man on the rope forth and back. ആമേൻ. ദൈവജനമേ, ഇതാണ് ഹല്ലേലൂയ നാം പലപ്പോഴും ദൈവവിശ്വാസികളായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. Now this is what happens in our Christian life. ആമേൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവം അതാണ് ഇതാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം അതിശയവാനാണ്, ദൈവം ഭയങ്കര പ്രവൃത്തികളെ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയാറുണ്ട്. We say he is an amazing God, he is a wonder working God. ആമേൻ. എന്നാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതായ വിഷയത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവത്തെ അതുപോലെ വിശ്വസിക്കുവാൻ, ആ വിശ്വാസം ഇങ്ങോട്ട് പകർത്തപ്പെടുവാൻ പലപ്പോഴും കഴിയാറില്ല. But when it comes to our own personal situation, we do not believe in the same way. ദൈവജനമേ, ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ഈ ഹാരി കോൾക്കോഡ് എന്ന് പറയപ്പെടുന്നതായ വ്യക്തിയെ പോലെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can believe that we are secured in God's hands? ദൈവജനമേ, ദൈവം വിശ്വസ്തനാണ്. God is faithful. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe this? ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവം, He has led us this far. ഇത്ര അധികമായി നമ്മെ സ്നേഹിച്ച ദൈവം, He has loved us so much. ഇത്ര അധികമായി നമ്മെ കരുതിയ ദൈവം, He has cared for us. അവൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. He is a faithful God. അവൻ നമ്മുടെ ദൈവത്തിന് അവൻ പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. There is no problem that He cannot solve. അത് നമ്മുടെ കുടുംബത്തിലാവോ, Whether it's your personal thing, നമ്മുടെ ഓഫീസിലോ, your professional, നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഏതു കാര്യമാണെങ്കിലും എന്റെ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. whether it's your academics, nothing is impossible for Him. ദൈവജനമേ, നാം ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മൂന്നാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, റിമെയിൻ ലോയൽ ആൻഡ് ബി ഒബീഡിയന്റ്. വിശ്വസ്തരും അനുസരണമുള്ളവരായി നമ്മുടെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. Third point is to remain loyal and obedient to God. ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം എന്തെന്നാൽ, The word of God reminds us this. ദൈവം പറയുന്നു, നമ്മൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. In John 15 we read, if you love me, you will keep my commandments. ആമേൻ. ദൈവമായ കർത്താവിനെ നമ്മൾ ഹല്ലേലൂയ മനസ്സ്, അതായത് വെറും വാ കൊണ്ടല്ല നമ്മൾ പിന്തുടരേണ്ടത്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയംഗമായി ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ സേവിക്കണം. We must love of God not just with our mouth but with our heart and our soul. ആമേൻ. നമ്മുടെ പാട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. Our songs are important. ഹല്ലേലൂയ.
ഹല്ലേലൂയ, നമ്മുടെ കൈയടി നല്ല കാര്യം തന്നെയാണ്. Our clapping is important. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടത് നല്ല കാര്യമാണ്. It is important we worship our God with the body. എന്നാൽ അതോടൊപ്പം നമ്മുടെ ഹൃദയം കൂടെ അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. But our heart needs to be along with it. ആമേൻ, ഹല്ലേലൂയ. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരീരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് ഒരിക്കലും എന്നെ കുറിച്ച് ദൈവമായി കർത്താവ് നിങ്ങളെ കുറിച്ച് പറയാനിടയാകരുത്. May God never say this about you and me, that these people worship me with their mouth but their heart is away from me. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എനിക്ക് നിങ്ങൾക്കും സൗകര്യമുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കാമെന്നല്ല ചിന്തിക്കേണ്ടത്. We should not think that I will worship God when it is convenient for ആമേൻ. me. നാം ഏത് സമയത്തും ദൈവത്തോടൊരു കൂറും ദൈവത്തോടൊരു ബഹുമാനവും എപ്പോഴും ഉണ്ടായിരിക്കണം. We must have the awe and reverence at all times. ഞായറാഴ്ച രാവിലെ ഇവിടെ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് കൂടി വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ദൈവത്തെ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് എപ്പോഴും ഒരു ബഹുമാനം നമുക്കുണ്ടായിരിക്കണം. Our worship must not be curtailed to the Sundays, but at all times keep him in front of you. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ ജോലി സ്ഥലത്ത് ഹല്ലേലൂയ എല്ലാവരും അവനെതിരായി നിന്നപ്പോൾ ഹല്ലേലൂയ അവൻ അപ്പോഴും he was very loyal, amen, to God. ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വളരെ ലോയലോടുകൂടെ കൂറോടുകൂടെ ഹല്ലേലൂയ ദൈവത്തെ സേവിച്ചത്, ദൈവത്തോട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ We കഴിയും. see Daniel, he was always loyal to God despite all the challenges in the palace. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല നാം ദൈവത്തോട് കൂറ് കാണിക്കേണ്ടത്. Our loyalty to God must not based on our circumstances. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ദൈവത്തെ നാം സേവിക്കണം. Even if the circumstances are unfavorable, we must serve God. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ ഹല്ലേലൂയ കളിയാക്കിയാലും പരിഹസിച്ചാലും ഹല്ലേലൂയ ദൈവാത്മാവ് അതിനാൽ നടത്തപ്പെടുന്നതായി ദൈവജനം ഹല്ലേലൂയ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ബഹുമാനിക്കുന്നവരുമായിരിക്കണം. Even if we go through humiliation, we must be ones who serve and worship God. ആമേൻ. പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെന്താണ് കർത്താവ് എന്നെ ഈ വഴിക്കിൽ കൂടെ നടത്തുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കാം. Sometimes we will question, how are we going through this? നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ, Let me give you an example. അവൻ ഒരു കമാൻഡറിന് കീഴിൽ ധാരാളം പട്ടാളക്കാർ സോൾജേഴ്സ് ഉണ്ടായിരിക്കും. There may be many soldiers under a commanding officer. എന്നാൽ ഹല്ലേലൂയ കമാൻഡർക്കോ അല്ലെങ്കിൽ മേജർക്കോ ആയിരിക്കും ഹല്ലേലൂയ ബാറ്റിലിൻ്റെതായ യുദ്ധത്തിൻ്റെതായ അതിൻ്റെതായ അവസ്ഥകൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അവരായിരിക്കും അതിനെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. But it will be this commander who will know the strategies for the battle. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ചിലപ്പോൾ സോൾജേഴ്സിനോട് അവരതെല്ലാം ചിലപ്പോൾ അങ്ങനെ തന്നെ പറയണമെന്നില്ല. They may not give the whole story to the soldier. ആമേൻ. ഇവിടെ പറഞ്ഞതുപോലെ സ്ട്രാറ്റജി എല്ലാം കമാൻഡർക്ക് അതിനുള്ളതായ അതായത് അധികാരപ്പെട്ടതായി പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. But the strategy is known only to the leaders. എന്നാൽ സോൾജറെ സംബന്ധിച്ചിടത്തോളം കമാൻഡർ എന്ത് പറയുന്നുവോ അതനുസരിക്കുക എന്നുള്ളതാണ്. But the soldier's job is to follow the commandment. അതാണ് പറയുന്നത് കമാൻഡറോടുള്ളതായ കൂറെന്ന്. That is called the loyalty to the leader. അതാണ് ഗവൺമെന്റിനോടുള്ളതായ കൂറ്. That is the loyalty to our government. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. In the same way in our spiritual life. പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളെ കുറിച്ച് അതിൻ്റെതായ ദൈവത്തിൻ്റെതായ സ്ട്രാറ്റജി ദൈവത്തിൻ്റെതായ പദ്ധതി നമുക്ക് മനസ്സിലാകില്ല. We may not know the situation and the strategy God has. എന്നാൽ ഇപ്പോൾ നാം ചെയ്യേണ്ടത്, കർത്താവ് എന്നെ ഈ സമയത്ത് വിശ്വസ്തയായി നിൽക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക We എന്നുള്ളതാണ്. must pray, God help me to be faithful to you. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ പെട്ടെന്ന് ധാരാളം പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. I am running out of time. ആമേൻ. ദൈവജനമേ, നമുക്ക് ഈ ദിവസങ്ങളിൽ ആ വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തയോടെ തന്നെ നമ്മുടെ ദൈവത്തെ സേവിക്കുവാൻ ദൈവമേ കൃപ തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Can we pray, God, give me that faithfulness that I can serve you, O faithful God. ഹല്ലേലൂയ. നമുക്ക് ഒരു മിനിറ്റ് നമ്മുടെ തലകളെ വണക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ,
ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങേ സ്നേഹിക്കുവാൻ, കർത്താവ് വിശ്വസ്തരായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Now the time for praise and worship. English songs, please come.